കോഴിക്കോട്ട് നിന്ന് പാലക്കാട്ടേക്കും വയനാട്ടിലേക്കുമെല്ലാം കാൽനടയായി സഞ്ചരിക്കുന്ന ഒരു സന്ദേശവാഹനമുണ്ട് കുറ്റിക്കാട്ടൂരിൽ. 3.5 പതിറ്റാണ്ട് കാലമായി നാട്ടിലെ വാർത്തകളൊക്കെയും ഓർത്തുവെക്കുന്ന പറക്കോളിൽ മരക്കാരുകുട്ടി എന്ന നാട്ടുകാരുടെ മെയിൽ മരക്കാരുകുട്ടി. എന്നാൽ ഈ കോവിഡ് കാലത്ത് 62കാരനായ മരക്കാരുകുട്ടിയും വീട്ടിൽ തന്നെയാണ്. ഇത് മെയിൽ മരക്കാരുട്ടിക്ക, കുറ്റിക്കാട്ടൂരുകാരുടെ സ്വന്തം സന്ദേശവാഹകൻ. കഴിഞ്ഞ 35 വർഷമായി ഇവിടെ നിന്നും വിവിധ നാടുകളിലേക്ക് നടന്ന് സന്ദേശം എത്തിക്കുകയാണ് മരക്കാരുട്ടിക്ക. അദ്ദേഹം തന്നെ പറയും അദ്ദേഹത്തിന്റെ നടത്തത്തിന്റെ ചരിത്രം. എന്നാണ് നടക്കാൻ തുടങ്ങിയത്? ഇപ്പൊ കുറെ ദൂര സ്ഥലത്തേക്കൊക്കെ പോയിട്ടുണ്ടോ? എന്ന് മുതലായി തുടങ്ങിയതൊന്നും ഓർക്കുന്നുണ്ടോ? 35 കൊല്ലമായി ഈ നടക്കാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റിൽ പോയത് പാലക്കാട് ആണ്, സാധനം കൊണ്ടുപോയതാണ്. പിന്നെ അവിടെ നിന്നിട്ട് ഓരോ ബൈക്കിലും ഇങ്ങനെ പോകാറുണ്ട്. അങ്ങനെ ഇപ്പം പോകൽ കുറവാണ് ഈ രോഗമുള്ളത് കൊണ്ട്. ഇപ്പോൾ പാലക്കാട്ടേക്കൊക്കെ, അതായത് പാലക്കാടിനടുത്തുള്ള സ്ഥലത്തേക്കൊക്കെ ഇവിടെ നിന്ന് നടന്നു പോയിട്ടുണ്ടോ? അത് സാധനം കൊണ്ടു കൊടുക്കാൻ പോയതാ. ഗൾഫിൽ നിന്ന് വന്ന സാധനം തന്നില്ല, ആ സാധനം കൊണ്ടു കൊടുക്കാൻ കരിമ്പയിൽ പോയതായിരുന്നു. പിന്നെ എല്ലാവരും പോയിട്ടുണ്ട്. എല്ലാ ഇൻഡേഷ്യത്തിന് പോയത് വെറുതെ ഫുള്ളായിട്ട് നടന്നു തന്നെ പോയതാ. തേരി പോയി, സുൽത്താൻ ബത്തേരി, കുന്നാലം പോയി, പിന്നെ കണ്ണൂർ പയങ്ങാടി പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പോക്ക് തുടങ്ങിയത്? പോക്ക് ഫസ്റ്റിൽ ഒരാൾ സാധനം തന്നെ അങ്ങനെ പാലക്കാട് പോകാൻ കഴിയുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പൈപ്പില്ലായിരുന്നു. അങ്ങനെ അയാൾ അഡ്രസ്സ് കൊണ്ട് തന്നു, ഇനി പോകാൻ കഴിയുമോ ചോദിച്ചാൽ. അങ്ങനെ ഫസ്റ്റിൽ ഈ പോക്ക് പാലക്കാട്ടിൽ പോയത്. പിന്നെ ഒരു ദിവസം കാസർഗോഡ് പോയിരുന്നു, കുമ്പള കഴിഞ്ഞിട്ട് കാസർഗോഡ്. ഇപ്പോൾ ഇപ്പോഴത്തെ ഈ രോഗം വന്നേരം ഏട്ടും പോകാൻ പാടില്ല, ആരും പറഞ്ഞേക്കില്ല. ഇപ്പോഴത്തെ രോഗം വന്നേരെ എൻ്റെ ആദ്യം ഇങ്ങനെ പോകലുണ്ടായിന്. ഇത് വന്നത് നവംബർ 19 ഇപ്പോൾ ഈ രോഗം വന്നത്. ഈ മാസം 19 ഒരു കൊല്ലാകുമ്പോൾ ചൈനയിൽ വന്നത്. ഈ രീതിയിൽ ഒരുവിധം എല്ലാ സംഭവങ്ങളും ലോകത്താകട്ടെ രാജ്യത്താകട്ടെ നമ്മുടെ ചുറ്റുപാടിലും ഈ കുറ്റിക്കാട്ടൂർ പ്രദേശത്തുമുള്ള ഓരോരുത്തരുടെയും ജനനം, മരണം, അവരുടെ വീട്ടിൽ താമസമാക്കിയത് തുടങ്ങിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും മരക്കാരുട്ടിക്ക ഓർമ്മിച്ചു വെച്ച് തെറ്റാതെ കൃത്യമായി വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കും. മരക്കാരുട്ടിക്ക ഞങ്ങളെ നാട്ടിൽ പ്രത്യേകിച്ച് എന്താന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മയിലുണ്ടാവുക എന്നുള്ള. അത് ഓർമ്മയിലുണ്ടാകുന്ന നാട്ടിലെ വിശേഷങ്ങൾ മാത്രമല്ല. ഇപ്പം ഞങ്ങൾ ഒരു കുടുംബത്തിലൊരു കാര്യം നടന്നാൽ മരക്കാരുട്ടിയെ ഒന്ന് കണ്ട് പറയും, ഇന്ന ദിവസമായിരുന്നു കേട്ടോ മകളുടെ കല്യാണം, അല്ലെങ്കിൽ മകൾ ജനിച്ചത് ഇന്നായിരുന്നു, ഞാൻ വണ്ടി എടുത്തത് ഇന്ന ദിവസമായിരുന്നു, അല്ലെങ്കിൽ മരണം. സ്വാഭാവികമായിട്ട് മൂപ്പർ അറിയുന്നതിലപ്പുറം അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞാൽ, അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആ ഡേറ്റ് ഓർമ്മിച്ച് ആ ഡേറ്റ് ആകുമ്പോൾ ഒന്നുകിൽ നമ്മളെ തലേ ദിവസം ഓർമ്മിപ്പിക്കും. പ്രാദേശികമായി നാട്ടുകാരുമായി ബന്ധപ്പെട്ട തീയതികളെല്ലാം മറക്കാതെ ഓർത്തുവെക്കുന്നു മരക്കാരുട്ടി. നമ്മുടെ കുറ്റിക്കാട്ടൂർ സ്കൂൾ എന്നാണ് വന്നത്? 75 ജൂൺ 20, 1975 ജൂൺ 20. 87 ഫെബ്രുവരി 16 യത്തീംഖാന ഉദ്ഘാടനം ബസ്സിൽ വന്നത്. പിന്നെ 2007 ജൂൺ 10 യത്തീംഖാനയിൽ ഒരു ടി മാമുക്കാർ എന്ന ആളുണ്ടായിരുന്നു. അയാൾ മരിച്ചത് 2007 ജൂൺ 10. കുറ്റിക്കടവിലേക്ക് ഫസ്റ്റിൽ ബസ് ഓടാൻ തുടങ്ങിയത് 77 ജനുവരി 13 വൈകുന്നേരം 6 മണിക്ക്. പിന്നെ ഇതിലെ ഫസ്റ്റിൽ ബസ് ഓടാൻ തുടങ്ങി, ഈ കുറ്റിക്കാട്ടിൽ കൂടി മാവൂർക്ക് ഫസ്റ്റിൽ ബസ്, മാവൂർക്ക് ഓടൂല, തെങ്ങിൽക്കടവ് വരെ ഓടാൻ തുടങ്ങിയ ജയപ്രസാദ് ബസ്സാന്ന് പറഞ്ഞത്. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളുണ്ടായിരുന്നു, പെട്ടിയുമായിട്ട് വരും. സാധനങ്ങൾ കൊടുത്താൽ അത് അതിന്റെ അഡ്രസ്സിൽ എത്ര ദൂരെയാണെങ്കിലും അത് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെയാണ് അദ്ദേഹത്തിന് മെയിൽ മരക്കാരുകുട്ടി എന്നുള്ള പേര് വന്നത്. നാട്ടുകാരെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതൊരു ഓർമ്മകൾക്കും ഓടിയെത്തുന്ന മറന്നുപോയ സംഭവങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചെടുക്കുന്ന ഒരാൾ. കുറ്റിക്കാട്ടൂരിൽ നിന്നുള്ള ആദ്യത്തെ പ്രവാസി ആരാണെന്ന് അറിയാമോ? ആദ്യത്തെ പ്രവാസി കരിമ്പനംകോട്ട് മുഹമ്മദ് അലിക്ക എന്ന് പറഞ്ഞ ആളാണ് ഫസ്റ്റിൽ ഗൾഫിലേക്ക് ഇവിടുന്ന് പോയത്. അയാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ആ ദിവസം കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് കിട്ടുകയില്ല. ഈ തരത്തിൽ ആളുകൾക്ക് വേണ്ട, നാട്ടുകാർക്ക് ഓർമ്മിച്ചു വെക്കേണ്ടുന്ന സ്വന്തപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കാര്യങ്ങൾ അത് ഓർത്തുവെക്കുന്നു എന്നതാണ് മരക്കാരുട്ടി എന്ന മെയിൽ മരക്കാരുട്ടിയുടെ പ്രത്യേകത. കഴിഞ്ഞ 35 വർഷമായി തുടങ്ങിയ നടത്തം
കോവിഡ് കാലമായപ്പോൾ നിലച്ചിരിക്കുന്നു. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം മുജീബ് റഹ്മാൻ, മീഡിയ 1, കോഴിക്കോട്.